ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ വളരെ അടിപൊളിയായ ഒരു സ്റ്റോറിയാണ്, ദ കിസ്സിങ് ഹാൻഡ്. ഫസ്റ്റത്തെ സ്റ്റോറി, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റോറിയും അതിൻ്റെ മലയാളം എക്സ്പ്ലനേഷനുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത് കേട്ടോ. നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോകാം. നമ്മുടെ യൂണിറ്റ് 1 ദ വാംത്ത് ഓഫ് ലവ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എന്താണ്, നല്ലൊരു പിക്ചറോട് കൂടിയാണ്. ആ പിക്ചറിൽ നിങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത്? കുറേ കുട്ടികളിങ്ങനെ ഹാപ്പി ആയിട്ട് കളിക്കുന്നുണ്ട്. ഒരമ്മ പക്ഷി ആ മരത്തിലുള്ള കൂട്ടിലുള്ള കുഞ്ഞി പക്ഷികൾക്ക് തീറ്റ കൊണ്ടേ കൊടുക്കുന്നതായിരിക്കാം. ഇങ്ങനെ കുഞ്ഞുങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. പിന്നെ ഒരു അച്ഛനും അമ്മയും കുട്ടിയും കൂടി നല്ലോണം ഇരുന്ന് സംസാരിക്കുന്നു. അതിൻ്റെ അടിയിൽ ഒരു കോട്ടുണ്ട് റോബർട്ട് ഫോസ്റ്റിൻ്റെ. എന്താ എഴുതിയേക്കുന്നത്? എർത്ത് ഈസ് ദ റൈറ്റ് പ്ലേസ് ഫോർ ലവ്. അതായത് സ്നേഹത്തിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം എന്ന് പറയുന്നത് ഭൂമിയാണ്. അപ്പം നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് തന്നെ ഈ യൂണിറ്റിലുള്ള ചാപ്റ്റേഴ്സിൻ്റെ തീം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ലവിനെ പറ്റിയും ലവിൻ്റെ ഇമ്പോർട്ടൻസിനും പരസ്പരം സ്നേഹിക്കുന്നതിനെ പറ്റിയും പരസ്പരം സ്നേഹിക്കുന്നതിൻ്റെ ആവശ്യകതയൊക്കെ പറ്റിയിട്ടാണ് ഈ യൂണിറ്റിലുള്ള സ്റ്റോറീസ് ആയാലും പോയമായാലും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ദ ഡോർ വേയിൽ 2 പിക്ചർ കൊടുത്തിട്ടുണ്ട്. 2 പിക്ചറും രണ്ടും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള പിക്ചേഴ്സാണ്. ഒന്നാമത്തെ പിക്ചറിൽ നോക്കുമ്പോൾ എന്താണ്, ഒരമ്മ ഒരു കുട്ടി സ്കൂളിലേക്ക് പോകുന്നു, അവൻ നല്ല ഹാപ്പിയാണ് അല്ലേ. രണ്ടാമത്തെ പിക്ചർ നോക്കിക്കോളൂ, അവൻ ഭയങ്കരമായിട്ടും കരയുന്നു, സ്കൂളിൽ പോകാൻ ഒരു താല്പര്യമില്ല. നിങ്ങൾ ഇതിലേത് രീതിയിലുള്ളവരാണെന്നൊന്ന് ചിന്തിച്ച് നോക്കൂ കേട്ടോ. മിസ്സിൻ്റെ മോനാണെങ്കിൽ 2ാമത്തെ കാറ്റഗറിയിലാണ്. സ്കൂളിലേക്ക് പോകുന്ന കാര്യം പറയുമ്പോഴത്തേനും ഭയങ്കര കരച്ചിലും സങ്കടമൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എങ്ങനെയുള്ള ആൾക്കാരാണെന്നൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് എബോവ്. 2 boys are getting ready for school. 2 കുട്ടികളും സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാണ്. അപ്പം നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് താഴെ ചോദിക്കുന്നുണ്ട്. വാട്ട് ഈസ് ദ ഫസ്റ്റ് ബോയ് ഡൂയിങ്? എന്താ ആദ്യത്തെ കുട്ടി ചെയ്യുന്നത്? ഹീ ഈസ് വെരി ഹാപ്പി. ഭയങ്കര ഹാപ്പിയാണ് അല്ലേ. ഈസ് ഹീ ഹാപ്പി? യെസ്, ഫസ്റ്റ് ബോയ് ഭയങ്കര ഹാപ്പിയാണ്. വാട്ട് ഈസ് ദ റീസൺ എന്തായിരിക്കും? ബിക്കോസ് ഹീ ലവ്സ് ടു ഗോ ടു സ്കൂൾ. സ്കൂളിലേക്ക് പോകാൻ വളരെയധികം ഇഷ്ടമാണ് അവന്. വാട്ട് അബൌട്ട് ദ സെക്കൻഡ് ബോയ്? ഹീ ഈസ് ക്രൈയിങ് ആൻഡ് ഹീ ഈസ് വെരി സാഡ്. വാട്ട് ഈസ് ഹിസ് മദർ ഡൂയിങ്? ഹിസ് മദർ ഈസ് കൺസോളിങ് ദ ബേബി, ടെല്ലിങ് ദാറ്റ് നോ പ്രോബ്ലം, ഇൻ ദ സ്കൂൾ ഇറ്റ് വിൽ ബി വെരി ഫൺ ദർ. അല്ലേ, നമ്മുടെ അമ്മമാരൊക്കെ അങ്ങനെയല്ലേ പറയുക, സ്കൂളിൽ പോയാൽ കുറേ കളിക്കാനുണ്ടാവും, പഠിക്കാനുണ്ടാവും, നിങ്ങൾ ടെൻഷനാവേ വേണ്ട, നല്ല രസമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അമ്മ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. സോ നമുക്ക് നമ്മുടെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ പറഞ്ഞ ചിത്രവും കാര്യമൊക്കെ ആയിട്ട് നമ്മുടെ സ്റ്റോറിക്ക് നല്ല ബന്ധമുണ്ട് കേട്ടോ. അപ്പം നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ. ദ കിസ്സിങ് ഹാൻഡ്. ഇൻ ദിസ് സ്റ്റോറി എ ലിറ്റിൽ റാക്കൂൺ നെയ്മഡ് ചെസ്റ്റർ ഹി ഈസ് ഹെസിസ്റ്റൻറ്റ് അബൌട്ട് ഗോയിങ് ടു സ്കൂൾ. നൗ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ് ടു ഹിം. ഈ സ്റ്റോറിയിൽ പറയുന്നത് ഒരു ലിറ്റിൽ റാക്കൂൺ ഉണ്ട്, അവൻ്റെ പേരാണ് ചെസ്റ്റർ. അവന് സ്കൂളിലേക്ക് പോകാനേ താല്പര്യമില്ല. അപ്പോൾ ഇനി എന്തൊക്കെയാണ് സ്റ്റോറിയിൽ സംഭവിച്ചിട്ടുള്ളതെന്ന് നോക്കാം. അതിനു മുമ്പ് റാക്കൂൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഇതാണ് കേട്ടോ റാക്കൂണിൻ്റെ പിക്ചർ. റാക്കൂൺ നമ്മുടെ ഇവിടെ ഒന്നും കാണാറൊന്നുമില്ല. ഇത് നോർത്ത് അമേരിക്കയിലും സൗത്ത് അമേരിക്കയിലും ഒക്കെ ഉള്ളൊരു ആനിമലാണ്. നമുക്കങ്ങനെ അത്ര ഫെമിലിയർ അല്ല. അപ്പോൾ ഈ റാക്കൂണിൻ്റെ ഒരു സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സ്റ്റോറീൻ്റെ തുടക്കത്തിൽ റാക്കൂണിൻ്റെ അമ്മേൻ്റെയും ഒരു പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. റാക്കൂൺ അതാ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ബാഗൊക്കെ അവിടെ വെച്ചിരുന്ന് കരയാണ്. അതായത് സ്കൂളിലേക്ക് പോകാൻ ഒരു താല്പര്യമില്ല. അപ്പോൾ നമുക്ക് സ്റ്റോറി നോക്കിയാലോ. ചെസ്റ്റർ റാക്കൂൺ സ്റ്റുഡ് അറ്റ് ദ എഡ്ജ് ഓഫ് ദ ഫോറസ്റ്റ് ആൻഡ് ക്രൈഡ്. റാക്കൂൺ അങ്ങനെ ഫോറസ്റ്റിൻ്റെ ഒരു മൂലയിൽ നിന്ന് കരയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോറസ്റ്റിലാണ് റാക്കൂണിൻ്റെയും അമ്മേൻ്റെയൊക്കെ വീട്. എന്നിട്ട് അവിടെ നിന്ന് കരയാണ്. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ, ഹി ടോൾ ഹിസ് മദർ. എനിക്ക് സ്കൂളിൽ പോവുകയേ വേണ്ട, അവൻ അമ്മയോട് പറഞ്ഞു. ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്. ഐ വാണ്ട് ടു റീഡ് മൈ ബുക്സ്. ഐ വാണ്ട് ടു സ്വിങ് ഓൺ മൈ സ്വിങ്. പ്ലീസ് മേ ഐ സ്റ്റേ ഹോം വിത്ത് യു.
എന്തൊക്കെയാണ് പറയുന്നത്, എനിക്ക് അമ്മേൻ്റെ കൂടെ ഇരിക്കണം, എന്ത് ചെയ്യണം, എൻ്റെ കൂട്ടുകാരുടെ നൈബേഴ്സിൻ്റെ ഒക്കെ കൂടെ എനിക്ക് കളിക്കണം, എൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ എനിക്ക് എടുത്ത് കളിക്കണം, പിന്നെ എനിക്ക് വീട്ടിലുള്ള ബുക്കുകളൊക്കെ എനിക്ക് വായിക്കണം, പിന്നെ വീട്ടിലുള്ള ഊഞ്ഞാലിലൊക്കെ ആടണം, അതുകൊണ്ട് എനിക്ക് സ്കൂളിൽ പോവേ വേണ്ട, ഞാൻ അമ്മേൻ്റെ കൂടെ ഇവിടെ നിന്നോട്ടെ എന്ന് ചോദിക്കുകയാണ്. സോ മിസ് റാക്കൂൺ took Chester by the hand and nuzzled his ear. എന്ത് ചെയ്തു, മിസ് റാക്കൂൺ, അതായത് റാക്കൂണിൻ്റെ അമ്മ പതിയെ അവനെ എടുത്തിട്ട് എന്ത് പറയാണ്, മൂക്കുകൊണ്ട് ഒന്ന് ഉരുമിയിട്ട് സ്നേഹത്തോട് അവൻ്റെ ചെവിയിലൊന്ന് ഉരുമിയിട്ട് പറയാണ്. നമുക്ക് നോക്കാം. Sometimes we all have to do things we don't want to do, she told him gently. ചില സമയത്ത് നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് ആഗ്രഹമില്ലാത്ത, നമ്മൾക്ക് ചെയ്യണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങൾ വരെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. ഈവൻ ഇഫ് ദേ സീം സ്ട്രേഞ്ച് ആൻഡ് സ്കേറി അറ്റ് ഫസ്റ്റ്. തുടക്കത്തിൽ അത് ഭയങ്കര അപരിചിതമായിരിക്കും, അതുപോലെ തന്നെ നമ്മളെ പേടിപ്പിക്കുന്ന കാര്യമാണോ, അയ്യോ ചെയ്യണ്ടെന്ന് ടെൻഷൻ വരുത്തുന്ന കാര്യമായിരിക്കും. പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് എന്തായാലും അത് ചെയ്തേ പറ്റുള്ളൂ. ബട്ട് യു വിൽ ലവ് സ്കൂൾ വൺസ് യു സ്റ്റാർട്ട്. അമ്മ പറയാണ്, നീ സ്കൂളിലേക്ക് പോയി തുടങ്ങിയാൽ എനിക്ക് ഉറപ്പുണ്ട് നീ എന്തായാലും സ്കൂൾ ഇഷ്ടപ്പെടും, അതുകൊണ്ട് ഒരു ടെൻഷനും വേണ്ട എന്നാണ് ആര് പറയുന്നത്, ചെസ്റ്ററിൻ്റെ അമ്മ പറയുന്നത്. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. നിനക്ക് അവിടെ ഇഷ്ടംപോലെ പുതിയ കൂട്ടുകാരെ കിട്ടും, പിന്നെ അവിടെ നല്ല ഇഷ്ടംപോലെ പുതിയ കളിപ്പാട്ടങ്ങളുണ്ടാവും, അതൊക്കെ വെച്ച് നിനക്ക് കളിക്കാം. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിങ് ഓൺ ന്യൂ സിങ്സ്. നിനക്ക് ഇഷ്ടമുള്ള പുതിയ ബുക്കുകളൊക്കെ ആയിരിക്കും അവിടെ കിട്ടുന്നത്. നീ വീട്ടിൽ വായിച്ച് ശീലിച്ച ബുക്കൊന്നും ആയിരിക്കില്ല, പുതിയ പുതിയ ബുക്കുകൾ കിട്ടും. അതുപോലെ തന്നെ വീട്ടിൽ ഊഞ്ഞാൽ പോലെയല്ല, പുതിയ ഊഞ്ഞാലുകളൊക്കെ അവിടെ ഉണ്ടാവും, നിനക്ക് അതിലൊക്കെ ആടാം. ബിസൈഡ്സ്, അതായത് കൂടാതെ, ഷി ആഡഡ്, ഐ നോ എ വണ്ടർഫുൾ സീക്രട്ട് ദാറ്റ് വിൽ മേക്ക് യുവർ നൈറ്റ്സ് അറ്റ് സ്കൂൾ സീം ആസ് വാം ആൻഡ് കോസി ആസ് യുവർ ഡേയ്സ് അറ്റ് ഹോം. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാണ്, പിന്നെ ഇതൊന്നും കൂടാതെ ഐ നോ എ വണ്ടർഫുൾ സീക്രട്ട്, എനിക്കൊരു പ്രത്യേക ഒരു സീക്രട്ട്, രഹസ്യം അറിയാം, അത് നിന്നെ സ്കൂളിലെ നൈറ്റ് മൊത്തം എന്താക്കും, നീ വീട്ടിൽ ഡേ സ്പെൻഡ് ചെയ്യുന്ന പോലെ ഭയങ്കര വാമും കോസിയും ആക്കി മാറ്റും. വാമും കോസിയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഭയങ്കര കംഫർട്ടബിൾ ആക്കി മാറ്റും നിന്നെ അവിടെ. ആ നൈറ്റൊക്കെ നിന്നെ അവിടെ ഭയങ്കര കംഫർട്ടബിൾ ആക്കി മാറ്റും. നൈറ്റ് എന്ന് പറയുന്നത് റീസൺ എന്താണ്, അത് നൈറ്റ് സ്കൂളാണ് കേട്ടോ, നമ്മുടെ പോലെ അല്ല, ഡേ പോയി പഠിക്കുന്നതല്ല, നൈറ്റിൽ പഠിക്കുന്ന സ്കൂളാണ്. അപ്പം എന്താണ് പറയുന്നത് ചെസ്റ്ററിൻ്റെ അമ്മ, നീ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഒരു സീക്രട്ട് ഉണ്ട്, ആ സീക്രട്ട് ഉണ്ടെങ്കിൽ എന്താണ്, നിനക്ക് അവിടുത്തെ നൈറ്റെല്ലാം വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്ന പകൽ പോലെ ആയിരിക്കും. ചെസ്റ്റർ വൈപ്ഡ് അവേ ഹിസ് ടിയേഴ്സ് ആൻഡ് ലുക്ക്ഡ് ഇൻട്രസ്റ്റഡ്. ചെസ്റ്ററിൻ്റെ രഹസ്യം എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പം ചെസ്റ്റർ വേഗം കണ്ണുനീരൊക്കെ തുടച്ചിട്ട് എന്താ അമ്മേ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. എ സീക്രട്ട്? വാട്ട് കൈൻഡ് ഓഫ് സീക്രട്ട്? എന്ത് രഹസ്യം, എന്താണെന്ന് പറയൂ. എ വെരി ഓൾഡ് സീക്രട്ട് സെഡ് മിസ് റാക്കൂൺ. അത് വളരെ പഴയ ഒരു രഹസ്യമാണ്. ഐ ലേൺഡ് ഇറ്റ് ഫ്രം മൈ മദർ ആൻഡ് ഷീ ലേൺഡ് ഇറ്റ് ഫ്രം ഹെർ മദർ. മിസ് റാക്കൂൺ പറയാണ്, ചെസ്റ്ററിൻ്റെ അമ്മ പറയാണ്, ഞാനിത് എൻ്റെ അമ്മയിൽ നിന്നാണ് പഠിച്ചത്, എൻ്റെ അമ്മ എൻ്റെ അമ്മയുടെ അടുത്താണ് പഠിച്ചത്. അത്രയും പഴക്കമുള്ള ഒരു സീക്രട്ടാണത്. ഇറ്റ്സ് കോൾഡ് ദ കിസ്സിങ് ഹാൻഡ്. ആ സീക്രട്ടിൻ്റെ പേരാണ് കിസ്സിങ് ഹാൻഡ്. നമ്മുടെ സ്റ്റോറീൻ്റെ പേര് പോലെ തന്നെ ആ അമ്മ പറഞ്ഞു കൊടുക്കുന്ന സീക്രട്ടിൻ്റെ പേരാണ് കിസ്സിങ് ഹാൻഡ്. ദ കിസ്സിങ് ഹാൻഡ് ആസ്ക്ഡ് ചെസ്റ്റർ, വാട്ട് ഈസ് ദാറ്റ്? എന്താ അത്? അപ്പം അമ്മ പറയാണ്, ഐ വിൽ ഷോ യു, ഞാൻ നിനക്ക് കാണിച്ചു തരാം. എന്തായിരിക്കും അല്ലേ? മിസ് റാക്കൂൺ ടുക്ക് ചെസ്റ്റേഴ്സ് ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് സ്പ്രെഡ് ഹിസ് ടൈനി ഫിംഗേഴ്സ് ഇൻ ടു എ ഫാൻ. എന്ത് ചെയ്തു? മിസ് റാക്കൂൺ ചെസ്റ്ററിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് എടുത്തിട്ട് ആ ഹാൻഡ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പിടിച്ചു, ഒരു ഫാൻ പോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പിടിച്ചിട്ട് എന്ത് ചെയ്തു എന്നറിയോ? ലീനിങ് ഫോർവേഡ് ഷി കിസ്ഡ് ചെസ്റ്റേഴ്സ് റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. എന്ത് ചെയ്തു? ഇങ്ങനെ കുനിഞ്ഞിട്ട്, നമുക്ക് ആ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട് എന്താ ചെയ്യുന്നത്, കുനിഞ്ഞ് നിന്ന് ആ ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ വിടർത്തിയ ലെഫ്റ്റ് ഹാൻഡിലേക്ക് നല്ലൊരു അമ്മേൻ്റെ ഒരു ഉമ്മ ചേർത്ത് പിടിച്ച് ചെസ്റ്ററിന് വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. അതാണ് കിസ്സിങ് ഹാൻഡ്. എന്താണത്? കിസ്സിങ് ഹാൻഡ്. അങ്ങനെ നല്ല സ്നേഹത്തോടു കൂടി ആ ഒരു ഉമ്മ കൊടുത്തു. So Chester felt his mother's kiss rush from his hands up his arm and into his heart.
എന്താണ് ആ കിസ്സ്. അപ്പം തന്നെ ചെസ്റ്ററിന് ഫീൽ ചെയ്യുന്ന എങ്ങനെയാണ്, സ്പീഡിൽ അവൻ്റെ കയ്യിൽ നിന്ന് ആമിലേക്ക് വരുന്നു, എന്നിട്ട് അത് വേഗം തന്നെ അവൻ്റെ ഹൃദയത്തിലേക്ക് പോകുന്നു. ഈവൻ ഹിസ് സിൽക്കി ബ്ലാക്ക് മാസ്ക് ടിങ്കിൾഡ് വിത്ത് എ സ്പെഷ്യൽ വാംത്ത്. അവൻ്റെ ആ ബ്ലാക്ക് മാസ്ക് ഒക്കെ ഇങ്ങനെ എന്താ പറയുക ഇക്ലിപ്പിടാണ്. ബ്ലാക്ക് മാസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ആ മുഖത്തുള്ള രോമമൊക്കെ ഇല്ലേ, അതൊക്കെ ഇങ്ങനെ ഇക്ലിപ്പിടാണ് ബിക്കോസ് ഓഫ് ദ വാം ഓഫ് ലവ്. അതായത് ആ ഒരു അമ്മേൻ്റെ സ്നേഹം, ആ ഒരു അമ്മേൻ്റെ സ്നേഹം മൊത്തം ഇൻക്ലൂഡ് ആവുന്ന ആ ഒരു ഉമ്മ കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പിയായി ചെസ്റ്റർ. മിസ് റാക്കൂൺ സ്മൈൽഡ്. Now, she told Chester, whenever you feel lonely and need a little love from home, just press your hand to your cheek and think, Mommy loves you, Mommy loves you. എന്താ പറഞ്ഞേ? നിനക്ക് എപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്കായി എന്ന് തോന്നുമോ, അല്ലെങ്കിൽ വീട്ടിൽ വരുന്ന കാര്യങ്ങൾ ചിന്തിക്കോ ഒക്കെ, അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ വരുന്ന കാര്യം വരുമ്പോൾ എന്ത് ചെയ്താൽ മതി, നിൻ്റെ കൈ എടുത്തിട്ട് നിൻ്റെ കവിളിലൊന്ന് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. അപ്പം തന്നെ അതിങ്ങനെ സംസാരിക്കും. എന്താണ്? മമ്മി ലവ്സ് യു, മമ്മി ലവ്സ് യു എന്ന് നിന്നോട് പറയും. ആൻഡ് ദാറ്റ് വെരി കിസ് വിൽ ജംപ് ടു യുവർ ഫേസ് ആൻഡ് ഫിൽ യു വിത്ത് ടോസ്റ്റി വാം തോട്ട്സ്. അപ്പം തന്നെ ആ കിസ് നിൻ്റെ കയ്യിൽ നിന്ന് ചാടി നിൻ്റെ ഫേസിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യും? ദാറ്റ് വിൽ ഫിൽ യു വിത്ത് ടോസ്റ്റി വാം തോട്ട്സ്. ടോസ്റ്റി വാം തോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വീട്ടിലുള്ള നല്ല നല്ല നിമിഷങ്ങളെ പറ്റിയൊക്കെ ആയിരിക്കും നീ ഓർക്കുക. അപ്പം നിനക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ് കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ് അറൗണ്ട് ദ കിസ്. അങ്ങനെ നമ്മളിങ്ങനെ പൊതിഞ്ഞ് സൂക്ഷിക്കൂലേ, ആ കൈ എടുത്തിട്ട് മറ്റേ കൈയിൻ്റെ ഫിംഗേഴ്സ് കൊണ്ട് എന്ത് ചെയ്തു, അതിങ്ങനെ അടച്ച് പിടിപ്പിച്ചു. ആ ഉമ്മ കയ്യിൽ അടച്ച് പിടിപ്പിച്ചു. സോ ഇനി എന്താ, അതാ ചെസ്റ്റർ അങ്ങനെ ആ ഒരു കയ്യിൽ ആ ഉമ്മയൊക്കെ ആയിട്ട് സ്കൂളിലേക്ക് വളരെയധികം ഹാപ്പിനെസ്സോടുകൂടി പോവാണ്. അമ്മ പറയാണ്, നൗ ബി കെയർഫുൾ നോട്ട് ടു ലൂസ് ഇറ്റ്. നഷ്ടപ്പെടുത്തരുതേ, സൂക്ഷിച്ച് കൊണ്ടോണേ എന്നൊക്കെ അമ്മ പറയാണ് കേട്ടോ. ബട്ട് ഡോണ്ട് വറി, വെൻ യു ഓപ്പൺ യുവർ ഹാൻഡ് ടു വാഷ് ആഫ്റ്റർ ഹാവിങ് ഫുഡ്, ഐ പ്രോമിസ് ദ കിസ് വിൽ സ്റ്റിക്ക്. നീ ടെൻഷനാവേ വേണ്ട. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കൈ കഴുകുന്ന സമയത്ത് നീ ഉമ്മ പോവുമെന്നൊന്നും ടെൻഷൻ ആവണ്ട. അങ്ങനെ കൈയൊക്കെ കഴുകുന്ന സമയത്ത് ഉമ്മ അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും. ജസ്റ്റ് ലൗഡ് ഹിസ് കിസ്സിങ് ഹാൻഡ്. അവൻ ഭയങ്കര ഹാപ്പിയായി. ആ കിസ്സിങ് ഹാൻഡ് അവന് ഭയങ്കര ഇഷ്ടമായി. നൗ ഹി ന്യൂ ഹിസ് മദേഴ്സ് ലവ് വുഡ് ഗോ വിത്ത് ഹിം വേർ എവർ ഹി വെൻറ്റ്, ഈവൻ ടു ദ സ്കൂൾ. ഇപ്പം അവൻ എന്തുറപ്പാണ്? എവിടെ പോയാലും, ഇപ്പം സ്കൂളിലേക്ക് പോയാൽ പോലും അവൻ്റെ അമ്മേൻ്റെ സ്നേഹം എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ളത് ചെസ്റ്ററിന് ഉറപ്പാണ്. That night, Chester stood in front of his school and looked thoughtful. ആ ദിവസം രാത്രി ചെസ്റ്റർ എന്താണ്, സ്കൂളിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ ഓർക്കാണ്. എന്താണ് ഓർക്കുന്നത്? അമ്മ കൊണ്ടുപോയി വിടാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, സ്കൂളിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന സമയത്ത് എന്താണ്, സഡൻലി ഹി ടേൺഡ് ഇൻ ടു ഹിസ് മദർ ആൻഡ് ഗ്രിൻഡ്. മദറിനെ നേരെ തിരിഞ്ഞിട്ട് ഒരു നല്ല ചിരിയൊക്കെ ചിരിച്ചു. എന്താണ്? ഗീവ് മീ യുവർ ഹാൻഡ്, എനിക്ക് അമ്മേൻ്റെ ഹാൻഡ് തരൂ. എന്നിട്ട് എന്ത് ചെയ്തു? ചെസ്റ്റർ ടുക്ക് ഹിസ് മദേഴ്സ് ഹാൻഡ് ഇൻ ഹിസ് ഓൺ ആൻഡ് അൺഫോൾഡഡ് ഹെർ ലാർജ് ഫെമിലിയർ ഫിംഗേഴ്സ് ഇൻ ടു എ ഫാൻ. അമ്മ ചെയ്തതുപോലെ തന്നെ അമ്മേൻ്റെ കൈകൾ അവൻ നല്ലോണം വിടർത്തിയിട്ട് എന്ത് ചെയ്തു? നെക്സ്റ്റ് ഹി ലീൻ ഫോർവേഡ് ആൻഡ് കിസ് ദ സെൻറ്റർ ഓഫ് ഹെർ ഹാൻഡ്. അമ്മേൻ്റെ കൈയിൻ്റെ നടുക്കായിട്ട് ഒരു നല്ല ഉമ്മ, നല്ലൊരു ചക്കര ഉമ്മ അമ്മേൻ്റെ കയ്യിൽ കൊടുത്തു. നൗ യു ഹാവ് എ കിസ്സിങ് ഹാൻഡ് ടു. ഇപ്പം അമ്മയ്ക്കും എന്തുണ്ട്? എന്നെപ്പോലെ തന്നെ കിസ്സിങ് ഹാൻഡ് ഉണ്ട്. ഹി ടോൾ ഹർ വിത്ത് എ ജെൻറ്റിൽ ഗുഡ് ബൈ. അങ്ങനെ ഗുഡ് ബൈ മദർ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് ചെസ്റ്റർ സ്കൂളിലേക്ക് പോവാണ്. അതിൻ്റെ പിക്ചറാണ് കേട്ടോ. ചെസ്റ്റർ അത് അമ്മയ്ക്ക് കയ്യിൽ നല്ലൊരു ഉമ്മയൊക്കെ വെച്ച് കൊടുത്ത് ഹാപ്പി ആയിട്ട് സ്കൂളിലേക്ക് പോകുന്നു. ഐ ലവ് യു, ചെസ്റ്റർ സെഡ് ആസ് ടേൺ ആൻഡ് ഡാൻസ്ഡ് അവേ. അങ്ങനെ നല്ലോണം ഡാൻസൊക്കെ കളിച്ച് ഐ ലവ് യു എന്ന് അമ്മേനോടൊക്കെ പറഞ്ഞ് നല്ല ചിരിച്ച് കളിച്ച് സ്കൂളിലേക്ക് പോവാണ്. സോ അവൻ പോകുന്നത് ആര് മറിഞ്ഞിരുന്ന് നോക്കുകയാണ്? ചെസ്റ്ററിൻ്റെ അമ്മ മറിഞ്ഞിരുന്ന് നോക്കുന്നുണ്ട് എങ്ങനെയാണ് അവൻ പോകുന്നതെന്നൊക്കെ. മിസ് റാക്കൂൺ വാച്ച്ഡ് ചെസ്റ്റർ സ്കാപ്പർ അക്രോസ് എ ടീ ലിംബ് ആൻഡ് എൻറ്റർഡ് ദ സ്കൂൾ. എങ്ങനെയാണ് അവൻ പോകുന്നത്, സ്കൂളിലേക്ക് എത്തുന്നതൊക്കെ അമ്മ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്.
As the first bell of the new school year rang, she pressed her left hand to her cheek and smiled. അങ്ങനെ ദൂരേന്ന് സ്കൂളിൻ്റെ ബെല്ലൊക്കെ അടിച്ച് കേട്ട സമയത്ത് അമ്മ എന്ത് ചെയ്തു, അമ്മേൻ്റെ ആ ലെഫ്റ്റ് ഹാൻഡ് എടുത്തിട്ട് കവിളിലേക്ക് വെച്ചിട്ട് ചിരിച്ചു. The warmth of Chester's kiss filled her heart with special words. എന്താണ് അവൻ്റെ മകൻ്റെ സ്നേഹം ആ അമ്മയ്ക്ക് വളരെയധികം ഫെൽറ്റ് ചെയ്തു. പിന്നെ മൈൻഡിൽ അവൻ്റെ ആ വാക്കുകളും ചെസ്റ്റർ ലവ്സ് യു, ഇറ്റ് സാങ് ചെസ്റ്റർ ലവ്സ് യു. ആ കിസ്സിൽ നിന്നൊരു പാട്ട് വരികയാണ്. അതായത് ചെസ്റ്റർ നിന്നെ നല്ലോണം സ്നേഹിക്കുന്നു എന്ന് അമ്മേനോട് ആ കിസ് പറയാണ്. അപ്പോൾ കഥ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും കഥ നല്ലോണം മനസ്സിലായോ? ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നല്ലൊരു സ്റ്റോറിയാണ്. അതായത് അമ്മമാരുടെ സ്നേഹം എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ അവരെ തിരിച്ച് സ്നേഹിക്കേണ്ടത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊക്കെ പറയുന്ന നല്ലൊരു സ്റ്റോറിയാണ്. അപ്പം സ്റ്റോറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.